Today we are going to discuss about the Zeeman effect in hydrogen and Landigy factor. As we all know, the splitting of spectral lines in the presence of an external magnetic field is known as Zeeman effect. External ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ അറ്റോമിക് സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റപ്പ് ആവുന്നു. ആ ഒരു ഫിനോമിനനെയാണ് നമ്മൾ സീമൻ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇതിന് കോൺട്രറി ആയിട്ടുള്ള സ്റ്റാർക്ക് എഫക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇൻ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡായിരുന്നു. ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ സ്പെക്ട്രൽ ലൈൻസിൻ്റെ സ്പ്ലിറ്റപ്പ് പഠിക്കുന്നു. അതിനെ ക്വാണ്ടം മെക്കാനിക്കലി എങ്ങനെ ട്രീറ്റ് ചെയ്യാം അതാണ് നമ്മൾ ഈ ഒരു പോർഷനിലൂടെ കാണുന്നത്. ഇവിടെ നമ്മൾ സ്റ്റഡി ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ആറ്റം എന്ന് പറഞ്ഞാൽ ദ ബേസിക് ഹൈഡ്രജൻ ആറ്റമാണ്. അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 1 ഇലക്ട്രോൺ. അപ്പോൾ ആ ഇലക്ട്രോണിലെ ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റിന് നമ്മൾ എക്സ്റ്റേണലായി കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. ആ ഇലക്ട്രോൺ പൊസസ് ചെയ്യുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ് 2 തരത്തിൽ അവിടെ ഇവോൾവ് ചെയ്യപ്പെടാം. ഫസ്റ്റ് വൺ ഡ്യൂ ടു ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ആൻഡ് സെക്കൻഡ് വൺ ഡ്യൂ ടു സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരുടെ കറസ്പോണ്ടിങ് മാഗ്നറ്റിക് മൊമെൻറ്റിനെ ഇങ്ങനെ എഴുതാം. ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റ് mu L equal to minus E divided by 2mc into capital L, where capital L is the orbital angular momentum. Also, the spin magnetic moment mu S is equal to minus E divided by mc into capital S, where capital S is the spin angular momentum. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സീമൻ ഹാമിൽട്ടോണിയനെ എങ്ങനെ എഴുതാം? The Zeeman Hamiltonian is given by h dash Zeeman is equal to minus mu L plus mu S dot B. The potential energy is equal to minus mu B dot B എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻ്റ് ആയ mu ബീനെ നമ്മൾ mu എല്ലിൻ്റെയും mu എസിൻ്റെയും ടേംസിലൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നു. That is h dash Zeeman is equal to minus mu L plus mu S dot B. mu എല്ലിൻ്റെയും mu എസിൻ്റെയും വാല്യൂസ് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുള്ളതാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ h dash Zeeman is equal to പോസിറ്റീവ് E ഡിവൈഡഡ് ബൈ 2mc L plus 2s dot B എന്നെഴുതാം. ഇനി നമ്മൾ ഇവിടെ ഒരു അപ്രോക്സിമേഷൻ എടുക്കുകയാണ്. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് പോസിറ്റീവ് ഇസഡ് ആക്സിസിലാണ് ഓറിയൻറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ പോസിറ്റീവ് ഇസഡ് ആക്സിസിന് അലോങ് ആയിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എച്ച് ഡാഷ് സീമനെ എങ്ങനെ എഴുതാം? ഇ ബി ഡിവൈഡഡ് ബൈ 2mc ഇൻറ്റു എൽ ഇസഡ് പ്ലസ് 2s ബി ബി ഇസഡ് ആണെങ്കിൽ എൽ ഇസ് ഈക്വൽ ടു എൽ ഇസഡ് ആൻഡ് എസ് ഇസ് ഈക്വൽ ടു എസ് ഇസഡ്. ഇവിടെ നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സീമൻ എഫക്റ്റിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിലെ ഫൈൻ സ്ട്രക്ചറിൻ്റെ എഫക്ട്സിനെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല. ഫൈൻ സ്ട്രക്ചർ എഫക്റ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എക്സ്റ്റേണലി ആയിട്ട് ഒരു എനർജി ലെവലിനെ നോക്കുമ്പോൾ അതൊരു സിംഗിൾ ലൈനായിട്ട് മാത്രമേ കാണുള്ളൂ. പക്ഷേ അതിനെ സ്പെക്ട്രോസ്കോപ്പിക്കലി സ്റ്റഡി ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ ആ സിംഗിൾ ലൈൻ തന്നെ പല ലൈൻസായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് കമ്പോണൻറ്റ് ലൈൻസ്. അവരെങ്ങനെയായിരിക്കും ഡിഫർ ചെയ്തിരിക്കുക? ഷോർട്ടർ വേവ് ലെങ്ത്തിൻ്റെ ഡിഫറൻസ് മാത്രമേ ആ ലൈൻസ് തമ്മിൽ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഫൈൻ സ്ട്രക്ചർ എഫക്റ്റിനെ നമുക്ക് ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഹാമിൽട്ടോണിയനിൽ ആ ഫൈൻ സ്ട്രക്ചർ ഹാമിൽട്ടോണിയൻ്റെ ഒരു എഫക്റ്റ് വരികയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഹാമിൽട്ടോണിയൻ H is equal to H0 പ്ലസ് H ഡാഷ് FS പ്ലസ് H ഡാഷ് Zeeman എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നമ്മൾ ടോട്ടൽ ഹാമിൽട്ടോണിയനെ കൺസിഡർ ചെയ്ത് അവിടെ വെച്ചു. ഇനി നമ്മൾ പറയുകയാണ്, നമ്മൾ എക്സ്റ്റേണലായി കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന് പുറമേ അവിടെ ഇൻറ്റേർണൽ ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോണിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോണിൽ ഫീൽ ചെയ്യപ്പെടുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ മാഗ്നറ്റിക് ഫീൽഡായിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഓൾറെഡി ഉണ്ട്. അതിനെ കൂടാതെ തന്നെ ആറ്റം ഇറ്റ്സെൽഫ് ഒരു ഇൻറ്റേർണലി മാഗ്നറ്റിക് ഫീൽഡും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഫീൽഡിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് 2 പോസിബിലിറ്റി പറയാം.
അല്ലേ, the external magnetic field is very much less than internal magnetic field, or the external magnetic field is very much greater than the internal magnetic field. ഇങ്ങനെ രണ്ട് കണ്ടീഷനായിട്ട് എടുക്കാം. അതിലെ ഫസ്റ്റ് വൺ, ദ വീക്ക് ഫീൽഡ് സീമൻ എഫക്റ്റിനെയാണ് നമ്മൾ ആദ്യം സ്റ്റഡി ചെയ്യാനായിട്ട് പോകുന്നത്, വേർ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് വെരി ലെസ് ദാൻ ദ ഇൻറ്റേർണൽ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ടോട്ടൽ ഹാമിൽട്ടോണിയനൊക്കെ എഴുതി വെച്ചു ഇല്ലേ. നമുക്ക് ആ പെർട്ടുബേഷൻ തിയറി അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കൊരു പെർട്ടൂബറായിട്ടുള്ള ഹാമിൽട്ടോണിയനും വേണം, നമുക്ക് നോൺ ആയിട്ടുള്ളൊരു ഹാമിൽട്ടോണിയനും വേണം. അതിനെ എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇൻ ദ വീക്ക് ഫീൽഡ് സീമൻ എഫക്റ്റ്, the Zeeman effect is small compared with fine structure effects. Accordingly, the original Hamiltonian H0 together with the fine structure Hamiltonian H-Fs are thought as the non-Hamiltonian H0, and the Zeeman Hamiltonian is the perturbation. അപ്പോൾ വീക്ക് ഫീൽഡ് സീമൻ എഫക്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഫൈൻ സ്ട്രക്ചർ എഫക്റ്റിനേക്കാളും വളരെ കുറവാണ് സീമൻ എഫക്റ്റിൻ്റെ ആ ഒരു എഫക്റ്റ് അവിടെ വരിക. അപ്പോൾ നമുക്ക് ഒറിജിനൽ ആയിട്ടുള്ള ഹാമിൽട്ടോണിയൻ ഉണ്ടല്ലോ H0, അതിൻ്റെ കൂടെ ഈ ഫൈൻ സ്ട്രക്ചർ ഹാമിൽട്ടോണിയനെ കൂടെ കൂടാൻ പറ്റും. അതിനെ നമ്മൾ ഒരുമിച്ച് നോൺ ഹാമിൽട്ടോണിയൻ H0 ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. അതേപോലെ ദ പെർട്യൂബ്ഡ് ഹാമിൽട്ടോണിയനായിട്ട് നമ്മുടെ സീമൻ ഹാമിൽട്ടോണിയനെ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. അതാണ് H ഈസ് ഈക്വൽ ടു H0 പ്ലസ് H-Fs ടുഗദർ നോൺ ടു ബി H0 പ്ലസ് H- സീമൻ എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് എന്തൊക്കെ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ദ അപ്രോക്സിമേറ്റ് ഐഗൻ ഗെറ്റ്സ് ഓഫ് H0 ആർ ദ കപ്പിൾഡ് സ്റ്റേറ്റ് ഓഫ് ഗെറ്റ് NLJ MJ that exhibit fine structure correction and whose energies are a function of N and J. ഇവിടെ സ്മോൾ n എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും J എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പറുമാണ്. ഡീജനറസീസ് ഇൻ ദ spectrum occur for different values of L and different values of MJ. ഡീജനറസി എന്താണെന്ന് നമുക്കറിയാം. പല വേവ് ഫംഗ്ഷന് ഒരു സിംഗിൾ വാല്യൂഡ് ആയിട്ടുള്ള എനർജി ഐഗൻ വാല്യൂ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡീജനറസി അല്ലെങ്കിൽ ഡീജനറസി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് ഓർഡർ പെർട്ടുബേഷൻ തിയറി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഡർ അപ്രോക്സിമേഷൻ ടു ദ എനർജി എന്താണെന്നറിയാം. ഇറ്റ് ഈസ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ദ പെർട്യൂബ്ഡ് ഹാമിൽട്ടോണിയൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സീമൻ കറക്ഷൻ ടു ദ എനർജി E1 സീമൻ, ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ടാണ് നമ്മൾ E1 സീമൻ എന്ന് കൊടുക്കുന്നത്. E1 സീമൻ ഈസ് ഈക്വൽ ടു ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് H' സീമൻ എന്ന് എഴുതാം. അതാണ് ഇക്വേഷൻ 2. ഇവിടെ നമുക്ക് H' സീമൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഇക്വേഷൻ 1 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? E1 സീമൻ ഈസ് ഈക്വൽ ടു EB ഡിവൈഡഡ് ബൈ 2MC, ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് LZ പ്ലസ് 2SZ നാവും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഇതിൽ LZ പ്ലസ് 2SZനെ മാത്രം എടുത്താൽ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് LZ പ്ലസ് SZ പ്ലസ് SZ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് LZ പ്ലസ് SZനെ JZ ആയിട്ട് എടുക്കാം. നമുക്കറിയാലോ L പ്ലസ് S ഈസ് ഈക്വൽ ടു J. ആ ഒരു കൺസിഡറേഷനിൽ LZ പ്ലസ് SZ ഈസ് ഈക്വൽ ടു JZ എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ LZ പ്ലസ് 2SZനെ നമുക്ക് എങ്ങനെ എഴുതാം? JZ പ്ലസ് SZ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 3 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ E1 സീമൻ ഈസ് ഈക്വൽ ടു EB ബൈ 2MC, ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് JZ പ്ലസ് SZ എന്ന് എഴുതാം. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ 4. ഇനി നമ്മൾ JZ പ്ലസ് SZനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുന്നു, അതായത് JZ ആയിട്ടും SZ ആയിട്ടും. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? E1 സീമൻ ഈസ് ഈക്വൽ ടു EB ബൈ 2MC, എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് JZ പ്ലസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് SZ എന്ന് എഴുതാം. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 5. ഇനി ഇത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഈ മെട്രിക്സ് എലമെൻറ്റ്സിനെ നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ E' എന്ന് പറഞ്ഞതിന് H'(MJ)യുമായിട്ട് ഒരു ഡിപ്പെൻഡൻസ് ഉണ്ട്. H'(MJ) ആയിട്ട് ഡിപ്പെൻഡൻസ് വരാൻ കാരണം നമുക്കറിയാം ഒരു കെറ്റിൻ്റെ മേളിൽ JZ ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഐഗൻ വാല്യൂ ആയി വരുന്നത് H'(MJ) ആണ്.
ഓക്കെ, അത് നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു റിസൾട്ട് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ജെ ഇസഡ് ഈസ് ഈക്വൽ ടു എച്ച് ബാർ എം ജെ എന്ന് എഴുതാം. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ 6. ആ ഇക്വേഷൻ 6നെ നമ്മൾ ഇക്വേഷൻ 5ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ E1 Cman ഈസ് ഈക്വൽ ടു EB/2MC എച്ച് ബാർ എം ജെ, അതായത് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ജെ ഇസഡ് എന്നുള്ള ആ ടോട്ടലായിട്ടുള്ള ഭാഗത്ത് നമുക്ക് എച്ച് ബാർ എം ജെനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പ്ലസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എസ് ഇസഡ്. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 7. ഇനി നമുക്കിവിടെ എന്തുമാത്രം കണ്ടുപിടിച്ചാൽ മതി? എസ് ഇസഡിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ നമുക്കത് അറിയില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മളിവിടെ ഒരു കൺസിഡറേഷൻ കൊണ്ടുവരികയാണ്. നമുക്ക് ആ ഫിഗർ നോക്കിയാൽ അറിയാം ജെ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എസ് ആണ്, അല്ലേ? ഇവിടെ എല്ലും എസ്സും ആ ഫിക്സഡ് വെക്റ്ററിന് എറൗണ്ടായിട്ട് അല്ലെങ്കിൽ എബൌട്ടായിട്ട് പ്രിസസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ പ്രൊജക്ഷനെ, ജെക്ക് എലോങ് ആയിട്ടുള്ള പ്രൊജക്ഷനെ എസ് ആവറേജ് ഈസ് ഈക്വൽ ടു, അതിൻ്റെ ടൈം ആവറേജ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എസ് ആവറേജ് ഈസ് ഈക്വൽ ടു എസ് ഡോട്ട് ഡേ ജെ ഡിവൈഡഡ് ബൈ ജെ സ്ക്വയർ ഡോട്ട് ജെ എന്ന് എടുക്കാം. ഇവിടെ നമുക്ക് ജെ സ്ക്വയറിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ജെ സ്ക്വയറും ഒരു കെറ്റിൻ്റെ മേലെ ആക്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ വാല്യൂ എച്ച് ബാർ സ്ക്വയർ ജെ ഇൻറ്റു ജെ പ്ലസ് 1 അങ്ങനെ നമുക്ക് കിട്ടും. അത് നമുക്ക് നോൺ ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ജെ സ്ക്വയറിന് പകരം ഇവിടെ എച്ച് ബാർ സ്ക്വയർ ജെ ഇൻറ്റു ജെ പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എസ് ഇസഡ് ഈസ് ഈക്വൽ ടു എസ് ഡോട്ട് ജെ ഇൻറ്റു ജെ ഡിവൈഡഡ് ബൈ എച്ച് ബാർ സ്ക്വയർ ജെ ഇൻറ്റു ജെ പ്ലസ് 1. ഇനി ആ എസ് ഇസഡിൻ്റെ പ്ലേസിൽ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എസ് ഇസഡ് ഈസ് ഈക്വൽ ടു ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എസ് ജെ ഇൻറ്റു ജെ ഡിവൈഡഡ് ബൈ എച്ച് ബാർ സ്ക്വയർ ജെ ഇൻറ്റു ജെ പ്ലസ് 1. ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതിനെ വീണ്ടും ഒന്നും കൂടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? എച്ച് ബാർ എം ജെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എസ് ഡോട്ട് ജെ ഡിവൈഡഡ് ബൈ എച്ച് ബാർ സ്ക്വയർ ജെ ഇൻറ്റു ജെ പ്ലസ് 1. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 9. ഇനി നമുക്കറിയാവുന്ന കുറച്ച് നോൺ റിസൾട്ട്സിലേക്ക് നമ്മളിതിനെ കൊണ്ടുവരികയാണ്. നമുക്ക് ജെ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എസ് ആണെന്നറിയാം, അല്ലേ? അങ്ങനെയാണെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു ജെ മൈനസ് എസ് ആണ്. ഇനി അതിനെ നമ്മൾ സ്ക്വയർ ചെയ്യുകയാണ്. എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു ജെ മൈനസ് എസ് ദ ഹോൾ സ്ക്വയർ. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ജെ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ മൈനസ് 2s ഡോട്ട് ജെ. ഇതിൽ നിന്ന് 2s ഡോട്ട് ജെക്ക് നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതാൻ പറ്റും. ജെ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ. അവിടെ സൈഡിലായിട്ട് നമ്മൾ എസ് ഈസ് ഈക്വൽ ടു ജെ ഈസ് ഈക്വൽ ടു എൽ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നോൺ ആയിട്ടുള്ള റിസൾട്ട്സ് എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എസ് സ്ക്വയർ ജെ സ്ക്വയർ എൽ സ്ക്വയർ ഡിറ്റർമൈൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എസ് ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ജെ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ എന്ന് എഴുതാം. ദെൻ എസ് ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു, നമുക്ക് ഈ ജെ സ്ക്വയർ എൽ സ്ക്വയർ എസ് സ്ക്വയർ അതെല്ലാം ആ വാല്യൂസിൽ നിന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ജെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് ബാർ സ്ക്വയർ ഇൻറ്റു ജെ ഇൻറ്റു ജെ പ്ലസ് 1. അതുപോലെ തന്നെ എസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് ബാർ സ്ക്വയർ ഇൻറ്റു എസ് ഇൻറ്റു എസ് പ്ലസ് 1. എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് ബാർ സ്ക്വയർ ഇൻറ്റു എൽ ഇൻറ്റു എൽ പ്ലസ് 1. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് എഴുതിയാൽ എസ് ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു എച്ച് ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ജെ ഇൻറ്റു ജെ പ്ലസ് 1 പ്ലസ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 നമുക്ക് കിട്ടും. ഇനി ഇവിടെ നമ്മൾ ഇലക്ട്രോണിനെയാണ് സ്റ്റഡി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്പിൻ എസ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എസ് ഇൻറ്റു എസ് പ്ലസ് 1ൻ്റെ വാല്യൂ 1/2 ഇൻറ്റു 1/2 പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3/4 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എസ് ഡോട്ട് ജെ എന്നുള്ള വാല്യൂ നമുക്ക് ഇങ്ങനെ എഴുതാം: എച്ച് ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ജെ ഇൻറ്റു ജെ പ്ലസ് 1 മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 പ്ലസ് 3/4. ആ എസ് ഇൻറ്റു എസ് പ്ലസ് 1 എന്നുള്ള ഫാക്ടർ മാത്രം നമ്മൾ 3/4 ആയിട്ട് എഴുതി. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 9. ഇക്വേഷൻ നമ്പർ 10. ഇനി ഈ ഇക്വേഷൻ നമ്പർ 10നെ നമ്മൾ ഇക്വേഷൻ നമ്പർ 9ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ ആവുമ്പോൾ ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എസ് ഇസഡ് ബിക്കംസ് എച്ച് ബാർ എം ജെ ഇൻറ്റു എച്ച് ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ജെ ഇൻറ്റു ജെ പ്ലസ് 1 മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 പ്ലസ് 3/4 ഡിവൈഡഡ് ബൈ എച്ച് ബാർ സ്ക്വയർ ജെ ഇൻറ്റു ജെ പ്ലസ് 1. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് എച്ച് ബാർ എം ജെ ഇൻറ്റു ജെ ഇൻറ്റു ജെ പ്ലസ് 1 മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 പ്ലസ് 3/4 ഡിവൈഡഡ് ബൈ
2j into j plus 1. Let it be equation number 11. അപ്പോൾ നമുക്ക് എസ് സി സെഡിൻ്റെയും എക്സ്പെക്റ്റേഷൻ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 11 ഇക്വേഷൻ നമ്പർ 7ലേക്ക്, അതായത് ആ എസ് സി സെഡിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ വെച്ചിരുന്ന ഇക്വേഷനില്ലേ അതിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? E1 Cman is equal to EB by 2mc h bar mj plus h bar mj into j plus 1 minus L into L plus 1 plus 3 by 4 divided by 2j into j plus 1 എന്ന് എഴുതാനായിട്ട് പറ്റും. ഇനി ഇതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിനെ ഒന്നും കൂടെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ എഴുതാം. EB divided by 2mc h bar mj into 1 plus j into j plus 1 minus L into L plus 1 plus 3 by 4 divided by 2j into j plus 1. That is equation number 12. ഇവിടെ ആ ബ്രാക്കറ്റിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ഫാക്ടറിനെയാണ് അല്ലെങ്കിൽ അത്രയും ടേംസിനെയാണ് നമ്മൾ ലാൻഡിജി ഫാക്ടർ അല്ലെങ്കിൽ ജി ജെ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഇൻ ദ പാരാന്തസിസ് ഈസ് കോൾഡ് ദ ലാൻഡിജി ഫാക്ടർ, അല്ലെങ്കിൽ സ്പെക്ട്രോസ്കോപ്പിക് സ്പ്ലിറ്റിംഗ് ഫാക്ടർ എന്നും ഇതിനെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ജി ജെ, ദ ലാൻഡിജി ഫാക്ടർ ക്യാൻ ബി റിട്ടൺ ആസ് 1 plus j into j plus 1 minus L into L plus 1 plus 3 by 4 divided by 2j into j plus 1. അങ്ങനെ എഴുതാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഇത്രയും ടേമിന് പകരം നമുക്ക് ജി ജെ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെയർഫോർ E1 Cman is equal to EB by 2mc h bar mj plus gj എന്നെഴുതാം. ഇനി നമുക്കറിയാം ദ ബോർ മാഗ്നറ്റോൺ mu b ഈക്വൽ ടു E h bar by 2mc. അതിന് പകരം മ്യൂ ബീനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയാൽ ഇക്വേഷൻ 13 നമുക്ക് എങ്ങനെ എഴുതാം? E1 Cman is equal to മ്യൂ ബി ബി എക്സ്റ്റേണൽ, അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ജി ജെ ദ ലാൻഡിജി ഫാക്ടർ ഇൻറ്റു എം ജെ. ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ദിസ് ഈസ് ദ Cman കറക്ഷൻ ടു ദ എനർജി ഇൻ വീക്ക് മാഗ്നറ്റിക് ഫീൽഡ്. ദാറ്റ് ഈസ് E1 Cman is equal to മ്യൂ ബി ബി എക്സ്റ്റേണൽ ഡോട്ട് ജി ജെ ഇൻറ്റു എം ജി. ഇതാണ് വീക്ക് ഫീൽഡ് സീമൻ എഫക്റ്റിൽ നമുക്ക് ഫസ്റ്റ് ഓർഡർ കറക്ഷനായിട്ട് വരുന്നത്. ഇനി അടുത്തത് സ്ട്രോങ് ഫീൽഡ് സീമൻ എഫക്റ്റ് ആണ്, വേർ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ദ ഇൻറ്റേർണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഈ കേസിൽ സീമൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഫൈൻ സ്ട്രക്ചർ എഫക്റ്റിനേക്കാളും കൂടുതലാണ്. നമ്മൾ വീക്ക് ഫീൽഡ് കണ്ടതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറിജിനൽ ഹാമിൽട്ടോണിയനും സീമൻ ഹാമിൽട്ടോണിയനെയും ഒരുമിച്ച് നോൺ ഹാമിൽട്ടോണിയനായിട്ട് എടുക്കാം. അതുപോലെ ഫൈൻ സ്ട്രക്ചർ ഹാമിൽട്ടോണിയനാണ് ഇവിടെ നമ്മൾ പെർട്യൂബ്ഡ് ഹാമിൽട്ടോണിയനായിട്ട് എഴുതുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ്ങും വീക്കും അങ്ങനെയൊന്നും അല്ലെങ്കിൽ നമുക്ക് ഈ പെർട്യൂബ്ഡ് ഹാമിൽട്ടോണിയനായിട്ട് സീമൻ ഹാമിൽട്ടോണിയനെയും ഫൈൻ സ്ട്രക്ചർ ഹാമിൽട്ടോണിയനെയും എടുക്കാം. അപ്പോൾ ഓൾറെഡി നോൺ ആയിട്ടുള്ള കണ്ടീഷനാണ് സീമൻ എഫക്റ്റ് വളരെ കൂടുതലാണ് എന്തിനേക്കാളും ഫൈൻ സ്ട്രക്ചർ ഹാമിൽട്ടോണിയനേക്കാളും അല്ലെങ്കിൽ ഫൈൻ സ്ട്രക്ചർ എഫക്റ്റിനേക്കാളും കൂടുതലാണ്. അതാണ് ബി ഗ്രേറ്റർ ദാൻ ബി ഇൻറ്റേർണൽ ഫീൽഡ് എന്നുള്ള കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് H0 എങ്ങനെ എഴുതാം? H0 ഈസ് ഈക്വൽ ടു H0 പ്ലസ് H ഡാഷ് സീമൻ എന്ന് എഴുതാം. ഇവിടെ നമുക്ക് H ഡാഷ് സീമന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. നമുക്ക് ഓൾറെഡി അതിൻ്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1 നിന്ന് അറിയാം. ദാറ്റ് ഈസ് EB by 2mc LZ plus 2SZ ആണെന്ന് നമുക്കറിയാം. ഇനി ഇവിടെ H0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സീമൻ ഹാമിൽട്ടോണിയനും അൺപെർട്യൂബ്ഡ് ആയിട്ടുള്ള H0 എന്ന് പറഞ്ഞ ഹാമിൽട്ടോണിയനും തമ്മിൽ കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് LZ plus 2SZ H0 കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന ആൻസർ കിട്ടും. അതായത് ഇവരുടെ രണ്ടുപേരുടെയും ഐഗൻ സ്റ്റേറ്റ്സിനെ നമുക്ക് ഒരുമിച്ച് സൈമൾട്ടേനിയസ്ലി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. H0 get NL ML MS is equal to EN0 get NL ML MS. Also LZ plus 2SZ get NL ML MS is equal to H bar ML plus 2MS get NL ML MS. അങ്ങനെയാണെങ്കിൽ നമുക്ക് H0ൻ്റെ എനർജി ഐഗൻ എനർജി സ്റ്റേറ്റ്സ് ഇങ്ങനെ കണ്ടുപിടിക്കാം. വിത്ത് എനർജി
ENL/ML/MS is equal to EN0 plus EH bar by 2mc B into ML plus 2ms. ഇവിടെ ML plus 2ms എന്നുള്ളത് സ്ട്രോങ് ഫീൽഡ് ക്വാണ്ടം നമ്പർ ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം H0യിലെ കുറച്ച് ഡീജനറസിയൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറച്ച് അവിടെ റിമെയിൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ആ ഫോളോയിങ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ലെവൽസാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് L is equal to 0 ആൻഡ് L is equal to 1. ദ കറസ്പോണ്ടിങ് MLൻ്റെ MSൻ്റെ വാല്യൂവിലാണ് അത് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് L is equal to 0 നോക്കുമ്പോൾ അവിടെ get 0 1/2 ആൻഡ് get 0 -1/2. ഇനി L is equal to 1 നോക്കിക്കഴിഞ്ഞാലും ഈ get 0 1/2ഉം get 0 -1/2 അവിടെ കാണാൻ പറ്റും. അത്രയും എനർജി ലെവൽസ്. ദാറ്റ് ഈസ് 1 get 1 1/2 get 0 1/2 get 1 -1/2 get -1 1/2 get 0 -1/2 get -1 -1/2. ഇത്രയും എനർജി സ്റ്റേറ്റ്സ് നമുക്കവിടെ കാണാനായിട്ട് പറ്റും. സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിൽ ഈ ഫസ്റ്റ് ഓർഡർ എനർജി കറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഫൈൻ സ്ട്രക്ചർ ഹാമിൽട്ടോണിയൻ അതിനെ കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമാണ്. അത് രണ്ട് ടൈപ്പിൽ വരാം. ഡീജനറേറ്റ് കേസിലും വരാം, നോൺ ഡീജനറേറ്റ് കേസിലും വരാം. ഡീജനറേറ്റ് കേസിൽ നമുക്ക് സിമ്പിളായിട്ട് ഡിറ്റർമൈൻ ചെയ്യാം, പക്ഷേ ഡീജനറേറ്റ് കേസ് വരുമ്പോൾ അതിന് നമ്മൾ ഡയഗണലൈസേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ മെട്രിക്സ് എലമെൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് H'(fs) വിത്ത് കണ്ടീഷൻ ML' plus 2ms' ഈസ് ഈക്വൽ ടു ML plus 2ms. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഓർഡർ പെർട്ടുബേഷൻ തിയറി ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഫൈൻ സ്ട്രക്ചർ കറക്ഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്, ഫൈൻ സ്ട്രക്ചർ കറക്ഷൻ ടു എനർജി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് E1Fs ഈസ് ഈക്വൽ ടു ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് H'(fs) എന്നാണ്. അപ്പോൾ ഇതാണ് സീമൻ എഫക്റ്റും സീമൻ എഫക്റ്റിൻ്റെ രണ്ട് കേസസും. ദാറ്റ് ഈസ് വീക്ക് ഫീൽഡ് സീമൻ എഫക്റ്റും അതേപോലെ തന്നെ സ്ട്രോങ് ഫീൽഡ് സീമൻ എഫക്റ്റും. ഓക്കെ, താങ്ക് യു.